ഇത്തവണയും ഞങ്ങൾ ക്രിസ്മസ് പാടാൻ ഇറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാരെയും കൊണ്ട് ഞങ്ങൾ റെസ്റ്റോറന്റിൽ കഴിക്കാൻ വന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ദിവസമാണ് പാടാൻ ഇറങ്ങിയത്. ഒരു ദിവസം പാടാൻ ഇറങ്ങി കിട്ടിയ കുറച്ച് പൈസയും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പല ദിവസങ്ങളിലായിട്ട് പാട്ട് പഠിച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എക്സാം ഒക്കെ ആയിരുന്നു, എന്നിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പല ദിവസങ്ങളിലായിട്ട് പാട്ട് പഠിച്ച് പിന്നെ 3 ദിവസം ഞങ്ങൾ പല വീടുകളിലായിട്ട് ഇറങ്ങി കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്ത് കൊട്ടി, അതുപോലെ ക്രിസ്മസ് ഫാദറായി, അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങൾ 3 ദിവസം പല വീടുകളിൽ കയറി അങ്ങനെ കിട്ടിയ പൈസയായിട്ട് എല്ലാവർക്കും റെസ്റ്റോറന്റിൽ വന്ന് നല്ല രീതിയിൽ കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളും, പഠിപ്പിച്ച ആള് ഞാനും അത്രത്തോളം എഫേർട്ട് എടുത്ത കുഞ്ഞുങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ പേര് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പരിപാടിയൊക്കെ ഇഷ്ടമായിട്ട് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയല്ല ഇവർക്കത് വിഷമമാവും. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തതും ഇത്രത്തോളം കഷ്ടപ്പെട്ടതും ഒക്കെ. അപ്പൊ ആ കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ് റെസ്റ്റോറന്റിൽ. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പൊ സൂപ്പ് കഴിച്ചു. ഇനിയിപ്പോ ഡ്രാഗൺ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഈ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം ഇരിക്കുന്ന ആള് അബി നമ്മളുടെ പാട്ടും ഡാൻസും അതുപോലെ തന്നെ ഡ്രം സെറ്റും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നെക്സ്റ്റ് അക്കുവാണ്. അക്കുവിന് ശരിക്കും കൈ വയ്യ, അവന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടൊക്കെ ഇരിക്കുകയാണ്, എന്നിട്ട് പോലും അവൻ ചെണ്ട കൊട്ടി ഇടയ്ക്ക്. അടുത്തത് അമൃതയും സ്റ്റെഫി, ആരവ്. സ്റ്റെഫി ആണെങ്കിൽ നമ്മളുടെ ആസ്ഥാന ചെണ്ടകൊട്ടുകാരനാണ്. ഓക്കെ, അപ്പൊ അവനും ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ആരവ് ക്രിസ്മസ് ഫാദർ ആയിട്ടുണ്ടായിരുന്നു. അഡോൺ, ലിയോ, കാശി, മീനുവിന്റെ ഒഫീഷ്യൽ നെയിം എന്തായിരുന്നു? അക്ഷര, വിസ്മയ, അമൃത, മന്ന, മിയ. ഇവര് 3 പേരും ആക്ച്വലി ക്രിസ്മസ് ഫാദേഴ്സ് ആയവരാണ്. പിന്നെ ബോയ്സും ആയിട്ടുണ്ടായിരുന്നു. ഗേൾസിൽ ഇവര് 3 പേരുമായിരുന്നു ക്രിസ്മസ് ഫാദർ ആയ. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നോ? അതെ, അമൃതയ്ക്ക് ഭയങ്കര ശ്വാസമുട്ടലൊക്കെ ആയിരുന്നു അല്ലെ? അപ്പൊ ഒരാൾക്ക് വയ്യാതാകുമ്പോ അടുത്ത ആള് കയറും, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാ പോയത്. എന്നാലും ഹാപ്പി ആയിരുന്നോ? വിശന്നിട്ട് എല്ലാരും ഇരുന്ന് പാടുവാ, ഫുഡ് വന്നില്ല. എല്ലാവർക്കും ഫുഡ് കിട്ടി, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും വെറൈറ്റി ഡിഷാണ്, അവരവർക്ക് ഇഷ്ടമുള്ള ഡിഷസ് ആണ് അവർ പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. ഇനിയും വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ടേ എല്ലാരും ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഫുഡ് കിട്ടി, ആർക്കും ഇപ്പൊ കണ്ണൊന്നും കാണുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വാരലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഷെയറിങ് ഇസ് കെയറിങ് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒരാൾക്ക് കിട്ടിയ കാര്യം മറ്റേ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്ത് അങ്ങനെ കഴിച്ച് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അവരുടെ കൂടെ കയറിയിരുന്ന് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാനാണ് സെർവ് ചെയ്യുന്നത്. ബിക്കോസ് ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്നൊക്കെ എന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ആ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ സാധനങ്ങളെല്ലാം വെച്ചിട്ട് പോയിക്കോളൂ, നമ്മൾ സെർവ് ചെയ്തോളാം. അപ്പൊ സെർവ് ചെയ്ത് എല്ലാവർക്കും കൃത്യമായി എല്ലാം കിട്ടിയെന്ന് ഉറപ്പുവരുത്തണം, എല്ലാവരുടെയും വയറ് നിറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം, അതുപോലെ തന്നെ എല്ലാവരെയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരുത്തണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. കാരണം അവരുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയ പൈസ അതില് അവര് കഴിക്കുന്നു, സന്തോഷിക്കുന്നു, അവരെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓറഞ്ച് ലൈംകാര് ശരിക്കും ഓർഡർ ചെയ്തവർ തന്നെ വേണം കൈപോക്കാൻ. ഓക്കെ, അടുത്ത ആരാ? ഓറഞ്ച് ലൈം. ഫൈൻ. ഇനി ഫ്രഷ് ലൈംകാര്. ഓക്കെ ഓക്കെ ഓക്കെ, കുടിച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ, ആരവന് കിട്ടിയില്ല? ഇപ്പൊ വരും. നല്ലതാണോ ജ്യൂസ്? ഓക്കെ, ഫുഡെല്ലാം കഴിച്ച് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒന്ന് കിടന്നാൽ കൊള്ളാം എന്നും പറഞ്ഞുള്ള രീതിയിൽ ടയർഡായിട്ടിരിക്കുകയാണ്. ചിലർക്ക് ഇപ്പൊ വീട്ടിൽ പോണം, അങ്ങനെയൊക്കെയുള്ള അതുപോലെ വയറ് നിറഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് പാട്ട് പാടി ഡാൻസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കുറച്ച് കുഞ്ഞുങ്ങൾ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. അവിടെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോ അവർക്കൊന്നും ഒരു ഒബ്ജക്ഷനും ഇല്ല, പാടിക്കോളാൻ പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഇത്രയും വലിയൊരു റെസ്റ്റോറന്റിൽ വന്ന് ഇത്രയും കുഞ്ഞുങ്ങൾ ഉറക്കെ പാട്ടൊക്കെ പാടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് ഒരു പേടി തോന്നി ഞാൻ ആദ്യം അവരെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, അടുത്ത റൂമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സോറി പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അവരെ സ്റ്റോപ്പ് ചെയ്യണ്ട, കുഞ്ഞുങ്ങൾ പാടിക്കോട്ടെ, ഞങ്ങൾ അത് ആക്ച്വലി എൻജോയ് ചെയ്യുകയാണ്, അവർ പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തു, ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. അവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, എനിക്ക് അതിനെക്കാട്ടിലും ഭയങ്കര അഭിമാനമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. പിന്നെ ഈ ബിഗ് മൗത്ത് റെസ്റ്റോറന്റിന്റെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവരൊക്കെ ഒരുപാട് എൻകറേജ് ചെയ്യുമായിരുന്നു. ഇതിന്റെ ഓണർ സുധിച്ചേട്ടനാണെങ്കിൽ പേഴ്സണലി വന്ന് കുഞ്ഞുങ്ങളെ കണ്ടു, അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഓഫറും കൂടെ കൊടുത്തു, നന്നായി പഠിക്കണം, നന്നായി പഠിച്ച് ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്നവർക്ക് ഇവിടുന്ന് ഒരു ട്രീറ്റ് ഉണ്ടെന്ന് വരെ പറഞ്ഞു. നമുക്ക് ആ കോൺവെർസേഷൻ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാം നല്ലതായിരിക്കണം, കൂട്ടുകാർക്ക് നിങ്ങൾ നല്ല കൂട്ടുകാരായിരിക്കണം, പേരൻസിന് നിങ്ങൾ നല്ല മക്കളായിരിക്കണം. കൂടാതെ സ്കൂളിൽ നിങ്ങളെ വഴക്കുണ്ടാക്കരുത്, പിന്നെയോ പഠിക്കണം. അങ്ങനെ ആവുമ്പോ അടുത്ത പ്രാവശ്യം എക്സാമിന് ടോപ്പ് കിട്ടുന്ന എല്ലാവർക്കും ഫ്രീ ട്രീറ്റ്. നല്ല കുഞ്ഞുങ്ങളായിരിക്കണം, പഠിക്കണം കേട്ടോ. അടിപൊളി, സത്യം. ഫുഡ് നല്ലതായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിക്കാൻ വയ്യാത്ത ഇഷ്ടലാവത്തില്ല. അനങ്ങാൻ പോയി ഒരു വിധത്തിൽ ഇതെ പിടിച്ചോണ്ട ബിഗ് മൗത്ത്. ഇനി ഞങ്ങൾ ബിഗ് മൗത്തിലേ വരൂ. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ റിക്വസ്റ്റ് മാനിച്ച് കുഞ്ഞുങ്ങൾ ഒരു പാട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്നൊന്ന് പാടി. ആകാശവീതിയിൽ സ്നേഹത്തിൽ നിറകുടമായി മനതാലും നിലച്ചിരുന്നു. നല്ല സ്നേഹത്തിൽ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാണ് മനതാലും നിലച്ചിടുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ പാടി സ്തുതിക്കാം. സ്നേഹത്തെ തന്ന നല്ല നാഥനെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണുകളിൽ കാത്തിടുന്നു കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്ര പിറക്കുമെന്ന്. പ്രത്യേക അവിടുത്തെ അവിടുത്തെ ജന്മം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രിയ മക്കൾ പാടി അങ്ങനെ സ്തുതിച്ച് അവിടുത്തെ തിരുവചനങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതോടെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുമാറാകണമേ. പഠന മേഖല അനുഗ്രഹിക്കുമാറാകണമേ. പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും വിവേകവും ജ്ഞാനവും നൽകുമാറാകണമേ. നല്ലൊരു തലമുറയായി വളർന്നു വരാൻ ഇടയാക്കുമാറാകണമേ. പ്രിയ മാതാപിതാക്കൾ അനുഗ്രഹത്തിനായി തീരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീണ്ടും ഞങ്ങളെ ഒത്തൊരുമിക്കുവാൻ ആരാധിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുമാറാകണം. ആയത് പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പണയായിട്ട് തന്നെ. ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. റെസ്റ്റോറന്റിൽ വന്നൊരു അച്ഛൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും ഈ ഒരു ക്രിസ്മസ് ഒരുപാട് സന്തോഷമുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു. എല്ലാ രീതിയിലും കുഞ്ഞുങ്ങളും ഞാനും ഒത്തിരി സന്തോഷിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടാണ്. എൻ്റെ അടുത്ത് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് എൻ്റെ കൂടെ കരോള് പാടാൻ അയച്ചതിനും, ഞാൻ ഒരുപാട് അവരെ വഴക്കൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത്, അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ വിട്ട മാതാപിതാക്കള്. അതുപോലെ ഞങ്ങൾ പല വീട്ടിലും ചെന്നപ്പോൾ എല്ലാ വീട്ടിലും ഞങ്ങളെ വാമായിട്ട് വെൽക്കം ചെയ്തു.
ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ തന്ന് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാ വീട്ടുകാർക്കും, പിന്നെ അതുപോലെ ഇന്ന് റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും, എസ്പെഷ്യലി ബിഗ് മൗത്തിന്റെ ഓണർ, അദ്ദേഹം ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ബില്ലിൽ കുറച്ച് തരികയും ചെയ്തു. അതിന് ഒരുപാട് നന്ദി. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ്, അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.